ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. നോട്ടീസ് കാണിച്ച് ഭയപ്പെടുത്താമെന്ന് ഇലക്ഷൻ കമ്മീഷൻ വിചാരിക്കേണ്ട, പ്രതിഷേധവുമായി മുന്നോട്ടു പോകും കെ.സി. വേണുഗോപാൽ. വോട്ടർ പട്ടിക ക്രമക്കേടിൽ നോട്ടീസ് കാണിച്ച് ഭയപ്പെടുത്താമെന്ന് ഇലക്ഷൻ കമ്മീഷൻ വിചാരിക്കേണ്ടെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ. രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താസമ്മേളനം രാജ്യം മുഴുവൻ കണ്ടതാണ്. ശകുൻ റാണിയുടെ പേരിൽ 2 വോട്ട് ചെയ്തു. ഇതിന് തെളിവുണ്ടെന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞു. ഇന്ത്യ സഖ്യത്തിലെ എംപിമാർ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് മാർച്ച് നടത്തും. മറുപടി കിട്ടുന്നതുവരെ പ്രതിഷേധവുമായി കോൺഗ്രസ് മുന്നോട്ടു പോകുമെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. വോട്ട് ക്രമക്കേട് ആരോപണം പുറത്തുവിട്ട രേഖകൾ തെറ്റ്, രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ച് കർണാടക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ട് ക്രമക്കേട് ആരോപണത്തിൽ രാഹുൽ ഗാന്ധിക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. ശകുൻ റാണി 2 തവണ വോട്ട് ചെയ്തെന്ന ആരോപണത്തിന് തെളിവെന്തെന്ന് കർണാടക ചീഫ് ഇലക്ടറൽ ഓഫീസർ. രാഹുൽ തെളിവുകൾ ഹാജരാക്കണമെന്നും നോട്ടീസിൽ. ഡിജിറ്റൽ വോട്ടർ റൂൾ ആർക്കും വെബ്സൈറ്റിൽ നിന്നും ഡൌൺലോഡ് ചെയ്യാം. രാഹുൽ ഗാന്ധിയുടെ ആരോപണം തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. ശകുൻ റാണിയുടെ പേരിൽ 2 വോട്ടർ ഐഡി കാർഡുണ്ടെന്നും 2 വോട്ട് ചെയ്തതുമായാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നത്. ഇതിന് തെളിവ് പുറത്തുവിട്ടുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി വാർത്താസമ്മേളനം നടത്തിയത്. തുടർ നടപടികൾക്കായി തെളിവുകൾ ഹാജരാക്കണമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസിൽ പറയുന്നത്. തിരുവനന്തപുരം ഡൽഹി വിമാനം ചെന്നൈ വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കി. വിമാനത്തിൽ 5 എംപിമാർ. തിരുവനന്തപുരം ഡൽഹി വിമാനം ചെന്നൈ വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കി. റഡാറുമായുള്ള ബന്ധത്തിൽ തകരാർ നേരിട്ടതിനെ തുടർന്നാണ് വിമാനം നിലത്തിറക്കിയത്. എയർ ഇന്ത്യ 2455 വിമാനമാണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. വിമാനത്തിൽ 5 എംപിമാരുണ്ടായിരുന്നു. കെ.സി. വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, കെ. രാധാകൃഷ്ണൻ, റോബർട്ട് ബ്രൂസ് എന്നിവരാണ് വിമാനത്തിലുണ്ടായിരുന്ന എംപിമാർ. തിരുവനന്തപുരത്ത് നിന്നും 7:50-നാണ് വിമാനം പുറപ്പെട്ടത്. പറന്നുയർന്ന് 1 മണിക്കൂർ 10 മിനിറ്റ് പിന്നിട്ടപ്പോൾ സാങ്കേതിക തകരാർ ഉണ്ടായി. ചെന്നൈ വിമാനത്താവളത്തിന് മുകളിൽ 1 മണിക്കൂർ നേരമാണ് വിമാനം പറന്നത്. അനുമതി കിട്ടിയതോടെയാണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. യാത്രക്കാർ സുരക്ഷിതരാണ്. സാങ്കേതിക തകരാറ് പരിഹരിച്ചില്ല. യാത്രക്കാരുമായി മറ്റൊരു വിമാനം ഡൽഹിയിലേക്ക് തിരിക്കും. പാകിസ്ഥാൻ ആണവായുധമുള്ള രാജ്യമാണ്. ലോകത്തെ പകുതി രാജ്യങ്ങളെയും തകർക്കും. സിന്ധു നദിയിൽ ഡാം പണിതാൽ തകർക്കും അസീം മുനീർ. ആണവ ഭീഷണിയുമായി പാക് സൈനിക മേധാവി അസീം മുനീർ. പാകിസ്ഥാൻ ആണവായുധമുള്ള രാജ്യമാണെന്നും ലോകത്തെ പകുതി രാജ്യങ്ങളെയും തകർക്കുമെന്നുമാണ് ഭീഷണി. അമേരിക്കയിലെ പാക് ബിസിനസ്സുകാർ ഒരുക്കിയ വിരുന്നിലാണ് അസീം മുനീറിന്റെ പരാമർശം. പാകിസ്ഥാൻ ആണവായുധമുള്ള രാജ്യമാണ്. ഞങ്ങൾ തകരുകയാണെന്ന് തോന്നിയാൽ ലോകത്തെ പകുതി രാജ്യങ്ങളെയും തകർക്കും എന്നായിരുന്നു അസീം മുനീർ പറഞ്ഞത്. സിന്ധു നദിയിൽ ഇന്ത്യ ഡാം പണിതാൽ തകർക്കുമെന്നും അസീം മുനീർ ഭീഷണി മുഴക്കി. നമ്മൾ ഒരു ആണവ രാഷ്ട്രമാണ്. നമ്മൾ തകരുവാൻ പോകുകയാണെന്ന് നമ്മൾ കരുതുന്നുവെങ്കിൽ ലോകത്തിന്റെ പകുതിയും നമ്മളോടൊപ്പം കൊണ്ടുപോകും, അസീം മുനീർ പറഞ്ഞു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. നിമിഷപ്രിയയുടെ മോചനം. ഞങ്ങൾക്ക് ക്രെഡിറ്റിന്റെ ആവശ്യമില്ല, കടമ മാത്രമാണ് നിർവഹിച്ചത്. കാന്തപുരം. നിമിഷപ്രിയയുടെ മോചന വിഷയത്തിൽ വീണ്ടും പ്രതികരണവുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. വിഷയത്തിൽ പലരും ക്രെഡിറ്റ് സമ്പാദിക്കുവാൻ ശ്രമം നടത്തി. ഞങ്ങൾക്ക് ക്രെഡിറ്റിന്റെ ആവശ്യമില്ല, കടമ മാത്രമാണ് നിർവഹിച്ചത്. ഉപയോഗപ്പെടുത്തിയത് മതത്തിന്റെയും രാജ്യത്തിന്റെയും സാധ്യതകളെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. പാലക്കാട് കല്ലേക്കാട് സംഘടിപ്പിച്ച SSFന്റെ കേരള സാഹിത്യോത്സവ സമാപന സംഗമത്തിലാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രതികരിച്ചത്. പാലക്കാട് കത്തിക്കുത്ത്. 4 പേർക്ക് കുത്തേറ്റു. ആക്രമണം പെൺസുഹൃത്തിനെ ശല്യം ചെയ്തെന്നാരോപിച്ച്. പാലക്കാട് കൽപ്പാത്തിയിൽ കത്തിക്കുത്ത്. പെൺസുഹൃത്തിനെ ശല്യം ചെയ്തെന്ന് ആരോപിച്ച് ആൺസുഹൃത്തും കൂട്ടുകാരുമാണ് 4 പേരെ കുത്തി പരിക്കേൽപ്പിച്ചത്. 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ വൈകിട്ട് 5:30ഓടെയാണ് ആക്രമണമുണ്ടായിരുന്നത്. കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മുൻപിൽ വച്ചായിരുന്നു ആക്രമണം. തിരുവനന്തപുരത്ത് മദ്യപിച്ചെത്തിയ കീഴുദ്യോഗസ്ഥൻ എക്സൈസ് ഇൻസ്പെക്ടറെ മർദ്ദിച്ചു. തിരുവനന്തപുരം വർക്കലയിൽ എക്സൈസ് ഇൻസ്പെക്ടറെ സഹപ്രവർത്തകൻ മർദ്ദിച്ചതായി പരാതി. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ജസിൻ മദ്യപിച്ചെത്തിയാണ് ഇൻസ്പെക്ടറായ സൂര്യനാരായണനെ മർദ്ദിച്ചത്. സൂര്യനാരായണന്റെ പരാതിയിൽ പോലീസ് ജസിനെ കസ്റ്റഡിയിലെടുത്തു.
കരാർ ലംഘനം നടത്തിയത് കേരള സർക്കാർ, വ്യവസ്ഥകൾ പൂർത്തീകരിച്ചില്ല, കായിക മന്ത്രിക്കെതിരെ അർജന്റീന ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട സംസ്ഥാന കായിക മന്ത്രിക്കെതിരെ അർജന്റീന. കരാർ ലംഘനം നടത്തിയത് കേരള സർക്കാരെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ. സർക്കാർ കരാർ വ്യവസ്ഥകൾ പൂർത്തീകരിച്ചില്ല, കരാർ ലംഘിച്ചത് കേരള സർക്കാർ എന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ചീഫ് മാർക്കറ്റിംഗ് ആൻഡ് കൊമേഴ്സ്യൽ ഹെഡ് ലിയാൻഡ്രോ പീറ്റേഴ്സൺ. കരാർ ലംഘിച്ചത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനാണെന്ന് കഴിഞ്ഞ ദിവസം സ്പോൺസർ ആരോപിച്ചിരുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.